നമസ്കാരം. നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് കാണുന്നത് ഇൻഫോ പാർക്ക് എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ മാത്രമല്ല കൊരട്ടിയിലുമുണ്ട്. അപ്പോൾ ഈ കൊച്ചിയിലും കൊരട്ടിയിലും ഒക്കെ ഇൻഫോ പാർക്കുകളിലെ ചില കമ്പനികളിലെ അവസരങ്ങളാണ്. അതുകൂടാതെ കോഴിക്കോട് സൈബർ പാർക്കിലെ ചില അവസരങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു പ്രമുഖ ബാങ്കിന്റെ സബ്സിഡറിയിലേക്ക് 100-ലധികം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ സ്റ്റുഡൻസിനൊക്കെ ഏൺ വൈൽ യു ലേൺ, പഠനത്തോടൊപ്പം ഒരു വരുമാനം ഉണ്ടാക്കുവാനുള്ള ഒരു അവസരം ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവർക്ക് ആ വാട്സാപ്പ് ചാനലിൽ ആണ് കൂടുതൽ അവസരങ്ങൾ ഇടാറുള്ളത്. അപ്പോൾ വാട്സാപ്പ് ചാനലിൽ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഒരു ജോലിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ചില അവസരങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. കാലത്ത് ഒരു നല്ല സ്കില്ല്, ഹൈ ഡിമാൻഡ് ഉള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ നാളുകളിൽ വളരെ മികച്ച അവസരങ്ങളുള്ള ചില മേഖലകൾ ഞാൻ ഇവിടെ നൽകിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. QA QC NDT ഓയിൽ ആൻഡ് ഗ്യാസ് MEP ഇത് തുടങ്ങിയ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് പഠിക്കുവാനായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആസ്ട്രോപ്പ് എന്നുള്ളത്. ഇവർ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെയാണ് ഇവർക്ക് ഡയറക്റ്റ് കോച്ചിങ് ഉള്ളത്. ഓഫ്ലൈൻ ആയിട്ട് കോച്ചിങ് ഉള്ളത്. ഓൺലൈനിൽ എവിടെ നിന്നുള്ളവർക്കും പഠിക്കുവാനായിട്ട് കഴിയും. വേറെയും കോഴ്സുകളുണ്ട്. ഇന്റീരിയർ ഡിസൈൻ, ലോജിസ്റ്റിക്സ്, അതേപോലെ തന്നെ CNC, BIM. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കും. ഇത് 10ാം ക്ലാസ്സുകാർക്ക് മുതൽ പഠിക്കുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ചില കോഴ്സുകളൊക്കെ സിവില് പഠിച്ചവർക്കാണ്, ചിലത് B.Tech കഴിഞ്ഞവർക്കാണ്, ചിലത് +2കാർക്കാണ്, ഡിഗ്രിക്കാർക്കാണ്. ഇവരുടെ ഒരു പ്രത്യേകത പല കോഴ്സുകൾക്കും മികച്ച പ്ലേസ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ജോലിയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തൊന്ന് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ കോഴ്സ് ഫീസ് മുടക്കി പഠിച്ച് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ജോലിയിലേക്ക് എത്തണമെന്നുള്ളവർക്കുള്ള ഒരു അവസരമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് തൊഴിലവസരങ്ങൾ കൂടി പരിശോധിക്കാം. ആദ്യത്തെ അവസരം ട്രെൻസർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങളുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയിലും ജപ്പാനിലും കാനഡയിലും ഒക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ഇവര് നമ്മളുടെ തിരുവനന്തപുരം ടെക്നോപാർക്കിൽ ആണ് ഇന്ത്യയിലെ മെയിൻ പ്രവർത്തനങ്ങൾ ഇവർക്കുള്ളത്. ഇവര് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് B.Tech കമ്പ്യൂട്ടർ സയൻസ് 2024 പാസ് ഔട്ട് ആയിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഉള്ളത്. ഇത് ബാക്ക് പേപ്പേഴ്സ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 7 CGPA മാർക്ക് B.Techന് നേടിയിരിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള, അതായത് B.Tech കമ്പ്യൂട്ടർ സയൻസ് 2024 ബാച്ച് ബാക്ക്ലോഗ്സ് കാണില്ലെന്ന് മാത്രമല്ല മിനിമം 7 CGPA ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. നവംബർ 15 തീയതി വരെ ആയിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതിന്റെ സെലക്ഷനും ഓൺബോർഡിങ്ങും ഒക്കെ ഉടൻ തന്നെ നടക്കും. മോസ്റ്റ് പ്രോബബ്ലി നവംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഡിസംബർ ആദ്യത്തോടെ തന്നെ ഈ കമ്പനിയിലെ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, എലിജിബിൾ ആണെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് ട്രെൻസർ എന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം ടെലിയോസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ്. ഇവരുടെ ചില ഓപ്പർച്യൂണിറ്റികൾ കഴിഞ്ഞ ദിവസവും ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിന്റെ ഫേസ് 4 ഒരു കമ്പനിയാണ്. ഇവര് ഫ്ലട്ടർ ഡെവലപ്പേഴ്സിലെ ഇൻഫോ പാർക്കിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. B.Tech, BCA, BSc കമ്പ്യൂട്ടർ, MCA, MSc IT കോഴ്സുകൾ കഴിഞ്ഞവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഈ ഫ്ലട്ടറിൽ എന്തെങ്കിലും ട്രെയിനിങ്ങോ ഇന്റേൺഷിപ്പോ ഒക്കെ ചെയ്തവർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കമ്പനി ജാവക്കാരെയും ഹയർ ചെയ്യുന്നുണ്ട്. ജാവ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്, ജാവ ട്രെയിനീസിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജാവ ഡെവലപ്പർ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട് ഈ ടെലിയോസ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക്. ഇവിടെയും B.Tech, BCA, BSc കമ്പ്യൂട്ടർ, MCA, MSc കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള ജാവ സ്ക്രിപ്റ്റിങ്ങിൽ അത്യാവശ്യ നോളജ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പം
ടെലിയോസിലെ ഫ്ലട്ടർ ഡെവലപ്പേഴ്സ്, ജാവ ഡെവലപ്പേഴ്സ്, ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ് സൂചിപ്പിച്ചത്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഒരു ബാങ്കിങ് സബ്സിഡറിയിൽ ലഭ്യമായിരിക്കുന്ന ബാങ്ക് റിലേറ്റഡ് ജോലികളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഇൻഡസ്ഇൻഡ് ബാങ്ക് നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖ ബാങ്കിങ് കമ്പനിയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്നുള്ളത്. ഇവരുടെ ഒരു സബ്സിഡറിയാണ് ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള കമ്പനി. ഇവര് ബാങ്കിങ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന അവസ്ഥയിലേക്ക് 100 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. മെഗാ റിക്രൂട്ട്മെന്റ് ടു സ്റ്റാർട്ട് എ കരിയർ ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൾ കേരള ബേസിസിലാണ് 100 ഒഴിവുകളുള്ളത്. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. ശമ്പളം കൂടാതെ ഇൻസെൻറ്റീവ്സ്, അതേപോലെ PF, ESI, മെഡിക്കൽ ഇൻഷുറൻസ്, അതേപോലെ കരിയർ ഗ്രോത്ത് പ്രോസ്പെക്ട്സും ഒക്കെ ഉണ്ടായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അതിൻ്റെ ഡേറ്റ്സ് നവംബർ 13, 14, 15 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ കൊച്ചി റീജിയണൽ ഓഫീസുണ്ട്. അത് നമ്മുടെ കാക്കനാട് പടമുകളിലാണ്, എറണാകുളത്ത്. അപ്പോൾ അങ്ങോട്ടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സബ്സിഡറി ലഭ്യമായിരിക്കുന്ന 100ലധികം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇനി ഞാൻ വീണ്ടും ഒരു കോഴിക്കോട് സൈബർ പാർക്ക്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, 3 മേജർ പാർക്കുകളാണ് കേരളത്തിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിൻ്റെ ഉള്ളത്. ഒന്ന് തിരുവനന്തപുരം ടെക്നോ പാർക്ക്, അത് തന്നെ തിരുവനന്തപുരത്ത് മാത്രമല്ല കുണ്ടറയുണ്ട്. കൊച്ചിയിലേക്ക് വന്നാൽ ഇൻഫോ പാർക്ക്, അത് ചേർത്തലയിലും ഉണ്ട്, കൊരട്ടിയിലും ഉണ്ട്. കോഴിക്കോട് സൈബർ പാർക്ക്, അതിൽ തന്നെ ഗവൺമെന്റ് സൈബർ പാർക്കുണ്ട്, UL സൈബർ പാർക്കുണ്ട്. അപ്പം ഇവിടെ ലഭ്യമായിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കമ്പനി, അതായത് ഇൻഫിനിറ്റി ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് IOOO, ഈ ഒരു കമ്പനിയെ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നവംബർ 12, 13 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ 10 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. IT മേഖലയിലെ ഫ്രഷേഴ്സിനായിരിക്കും ഈ ഒരു അവസരം ഉള്ളത്. IT മേഖലയിലെ ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ മുമ്പ് സൂചിച്ച പോലെ BSc, BCA, MSc കമ്പ്യൂട്ടർ, MCA, B.Tech കമ്പ്യൂട്ടർ സയൻസ്, IT ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു എൻട്രി പാസ് ലഭ്യമാകും. ആ എൻട്രി പാസുമായിട്ട് വേണം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഇൻഫോപാർക്കിൻ്റെ കൊരട്ടിയിൽ ഉള്ള ഒരു കമ്പനിയാണ് ജോബിൻ ആൻഡ് ജിസ്മി എന്നുള്ളത്. ഇവരെ അനൗൺസ് ചെയ്തിരിക്കുന്നുണ്ട് 20ഓളം തസ്തികയിലേക്കുള്ള മറ്റൊരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സിനെയാണ് ഇവർ ഹയർ ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് പഠിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത് 1 ഇയർ എക്സ്പീരിയൻസ് ഈ മേഖലയിലുള്ള 20 പേർക്ക് അവസരങ്ങളുണ്ട്. ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് മേഖലയിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെയും ഡീറ്റെയിൽസ് jobsbridge.com നമ്മുടെ സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്ന ഒരു പാർട്ട് ടൈം ജോലി അവസരമാണ്, അല്ലെങ്കിൽ ഏൺ വൈൽ യു ലേൺ, പഠിക്കുന്നതിനോടൊപ്പം വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു അവസരമാണ്. ഐറിസ് മെഡിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനി, ഇത് കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള കമ്പനിയാണ്. ഇവര് AR കോളേഴ്സ് അല്ലെങ്കിൽ ആ ഒരു തസ്തികയിലേക്ക് പാർട്ട് ടൈം ജോലി അവസരങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അവസരങ്ങളുള്ളത്. മറ്റൊരു അവസരം ഫീമെയിലിനുണ്ട്, അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പോൾ ഇത് ഏൺ വൈൽ യു ലേൺ ഓപ്പർച്യൂണിറ്റിയാണ്. വൈകുന്നേരം 5 മണി മുതൽ 11:30 മണി രാത്രി വരെ ജോലി ചെയ്യേണ്ടതായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായിരിക്കും ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആവുക. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പേയ്മെന്റ് 10,500 മുതൽ 12,500 വരെ ആയിരിക്കും പെർ മന്ത് ലഭ്യമാവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവർ സൂചിപ്പിക്കുന്നത് ഓൺഗോയിങ് സ്റ്റുഡൻസ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അത് ഫസ്റ്റോ സെക്കൻഡ് ഇയറോ ഒക്കെ ഡിഗ്രിയോ PG ഒക്കെ പഠിക്കുന്നവർക്ക് ആയിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് ഇത് വീട്ടിലിരുന്ന് ചെയ്യേണ്ട ജോലികളല്ല, കമ്പനിയിൽ പോയി ചെയ്യേണ്ട ജോലികളാണ്. സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ എറണാകുളത്തുള്ളവർക്കായിരിക്കും ഇത് സ്യൂട്ടബിൾ ആകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു അവസരമാണ് ആദ്യം സൂചിപ്പിച്ചത്. ഇതേ കമ്പനിയിൽ തന്നെ ഐറിസ് മെഡിക്കൽ സൊല്യൂഷനിൽ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹയറിംഗ് നടക്കുന്നുണ്ട്. ഡോക്യുമെന്റേഷൻ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കാണ്. ഈ ഒരു തസ്തികയിൽ ഏതെങ്കിലും ഡിഗ്രി, അത് പ്രത്യേകിച്ച് 2023-24 വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ നല്ല ടൈപ്പിംഗ് സ്പീഡുള്ള വേർഡ്
MS വേർഡും എക്സലും ഒക്കെ അറിയാവുന്നവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സും മെയിൽ കാൻഡിഡേറ്റ്സും ഒരേ കമ്പനിയിലെ അവസരമാണ്. ഒന്ന് പാർട്ട് ടൈം ആയിട്ടുള്ള അവസരങ്ങളാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം 5 മണി മുതൽ 11 വരെ ജോലി ചെയ്യേണ്ട അവസരമാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ചാനൽ വരുന്നുണ്ട്. അതിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇതൊരു സാറ്റലൈറ്റ് ന്യൂസ് ചാനലാണ് പുതിയതായിട്ട് കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടേക്ക് അവരുടെ എഡിറ്റോറിയൽ ഡിവിഷനിലേക്കും ടെക്നിക്കൽ ഡിവിഷനിലേക്കും ഹയറിങ് നടക്കുന്നുണ്ട്. ടെക്നിക്കൽ ഡിവിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമറ പേഴ്സൺ, വീഡിയോ എഡിറ്റർ, ഓൺലൈൻ എഡിറ്റർ, ഗ്രാഫിക് ഡിസൈനർ, സൗണ്ട് എഞ്ചിനീയർ, MCR എക്സിക്യൂട്ടീവ്, ഇൻജസ്റ്റ് എക്സിക്യൂട്ടീവ്, ലൈബ്രറിയൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലാണ്. എഡിറ്റോറിയലിൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ ഉണ്ട്, ന്യൂസ് എഡിറ്റർ, സബ് എഡിറ്റർ, റിപ്പോർട്ടർ, ന്യൂസ് പ്രസൻറ്റർ, ജേർണലിസ്റ്റ് ട്രെയിനി, പ്രൊമോ പ്രൊഡ്യൂസേഴ്സ്, ഇവന്റ് ഗസ്റ്റ് കോർഡിനേറ്റേഴ്സ്, ജനറൽ മാനേജർ, സീനിയർ എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ള തസ്തികകളിലൊക്കെയാണ് ഇത് ഹയർ ചെയ്യുന്നത്. അപ്പം ഇതിന് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഒരു ന്യൂസ് ചാനലിൽ അല്ലേ നിങ്ങൾക്ക് ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കുക, അല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോവുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റിലൊക്കെ സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.